ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ മൊബൈലാണ്. അപ്പോൾ നിങ്ങൾക്കിത് അറിയായിരിക്കും, ഇത് മറ്റേ നമ്മുടെ ക്ലൗഡ് ഗെയിമിംഗ് ആപ്പിലാണ് ഞാൻ കളിക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബിക്കി എന്നല്ല, ചിക്കി ക്ലൗഡ് ഗെയിമിംഗ് ആണ്. ഞാൻ ഓൾറെഡി സ്പൈഡർമാൻ 2 PS5 ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ ആയിരുന്നു. അത് കാണാത്തതുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് ചെക്കൗട്ട് ചെയ്യുക. അതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് GTA 5 കളിക്കുന്നത്, അത് മൊബൈലിലുമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോഡിങ് സ്റ്റോറി മോഡ് ഇതാ ഇവിടെ അവതരണമൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതെന്താണ് ലോഡാകും, കുറച്ച് ടൈം പിടിക്കുന്നോ? ഓക്കെ, സ്റ്റോറി മോഡുണ്ട്. നമ്മുടെ മൈക്കിളുണ്ട്. എന്താ മൈക്കിള് പറഞ്ഞോ? ഓക്കെ, സൗണ്ടൊക്കെ കുറയ്ക്കാം. ഓക്കെ, എന്താ കുഴപ്പം പറ. ഓക്കെ അപ്പോൾ മൈക്കിള് ഒരു കൗൺസിലിങ്ങിനെങ്ങാണ്ട് വന്നിട്ടിരിക്കുകയാണ് ഗൈസ്. മൈക്കിള് എന്താ ഇപ്പോൾ കുഴപ്പം? മൈക്കിള് സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൗൺസിൽ ചെയ്യുന്ന ആളാണിത്, സാറ്. ഓക്കെ അപ്പോൾ കൗൺസിലിംഗ് നടക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും ഡിലേ ഒക്കെ തോന്നുമെങ്കിൽ അതെൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ്. ഇത് പറയുന്നത് നേരത്തെ കേൾക്കാത്തത് PC ഗെയിം. എൻ്റെ ലോക്സിൻ്റെ ഫോണൊന്നും അല്ല, ഇച്ചിരി ഹൈക്കൻ്റെ ഫോണാണെങ്കിൽ ഇച്ചിരി പാടാണ്. സൗണ്ട് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ ഇടയ്ക്ക് ഡിലേ ആയി ഗൈസ്, എന്തോ അതറിയത്തില്ല. ഓക്കെ ശരി. മൈക്കിളെ കാം ഡൗൺ കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ തന്നെ സ്റ്റോറി മോഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ കണ്ടിന്യൂ എന്നൊരു കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, മൈക്കിളിൻ്റെ ആൾ പറയുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് വീക്ക് കാണാമെന്ന് പറഞ്ഞ്. ശരി, താങ്ക് യു സാറേ. നാളെ നെക്സ്റ്റ് വീക്ക് സൂപ്പറായിട്ട് വരാം. ശരി, മൈക്കിളിന് ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. പനിയല്ല, ഫാമിലി പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നത്. എന്തിനാ മൈക്കിൾ എടുക്കുന്നത്? ഓക്കെ, മ്യൂസിക് സ്റ്റാർട്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടം GTA San Andreasൻ്റെയും GTA 5ൻ്റെയും മ്യൂസിക്കാണ്. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ഏതെങ്കിലും മച്ചന്മാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ഹൈപ്പർ ഗെയിമാണ്. ഞാൻ മൊബൈലുമാണ് കളിക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. മ്യൂസിക് തുടങ്ങി. ഇത് ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും സ്റ്റോറി മോഡ്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ മ്യൂസിക്. സെൻ ആൻഡ്രിയാസിൻ്റെയാണ് ഫസ്റ്റ് മ്യൂസിക്. എനിക്ക് രണ്ടുമാണ് ഇഷ്ടം, സെൻ ആൻഡ്രിയാസിൻ്റെ ഇതും. ബീച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ ഹൈ ഗ്രാഫിക്സ് അത് തന്നെയാണ്. നമ്മുടെ മൈക്കിൾ മാമൻ നടന്നു പോകുന്നുണ്ട്. എന്താ മൈക്കിൾ മാമൻ അവിടെയെങ്കിലും അതെ, ഗ്രാഫിക്സ് ആ ക്വാളിറ്റി നോക്കും. ഒരു ഹോബാന്ന് തോന്നുന്നു. ഒരു പിച്ചക്കാരനും ഉണ്ട് തോന്നുന്നു. മറ്റേ പോലീസുകാരനുണ്ട്. എന്തോ പിച്ചക്കാരാ. കുറച്ച് പൈസ കൊടു മൈക്കിള് പണക്കാരനല്ലേ. മൈക്കിൾ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, എന്താ ഇത് മൈക്കിളെ ഇത്. ഓക്കെ, ഇപ്പോൾ ഫ്രാങ്ക്ലിന് അതെ ഗൈസ്, ഫ്രാങ്ക്ലിനെ മനസ്സിലായി. മൈക്കിളിൻ്റെ മറ്റേ 3 പ്രൊട്ടോഗണിസ്റ്റാണ്, ഫ്രാങ്ക്ലിൻ, മൈക്കിൾ, ട്രെവർ. മറ്റേതാരാന്ന് എനിക്ക് അറിയത്തില്ല ക്ലിയർലി. എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലിൻ്റെ ബ്രദറാണെന്നാണ്. അതേപോലൊക്കെ ഇരിക്കുന്നത്. ഇവരെന്താ? ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കുന്നത് കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ്. അതുകൊണ്ട് എനിക്കും കേൾക്കാൻ വയ്യ. കുഴപ്പമില്ല. ഓക്കെ ശരി, ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ ക്ലിയർനെസ് കുറവാണ്. എനിക്ക് ഇപ്പോൾ MS 62 63 MS ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് നെറ്റ്വർക്ക് എയർടെൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശരി എന്തോ ഇപ്പോൾ പറ്റിയേ? ഗെയിം പ്ലേ ടൈം ഇതേതാ? ഇത് ഓടാനുള്ളത്. നിൽക്കുമ്പോൾ ഓടും. ഇടിച്ച് പൊളിക്കാൻ. Y എന്തോത്തിനാ, X എന്തോത്തിനാന്ന് മനസ്സിലായില്ല. ആദ്യം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ. LX എന്തിനാ? അതിങ്ങനെ ഇങ്ങനത്തെ ക്യാമറ കിട്ടാനാണ്. RT ഇത് ഞെക്കുമ്പോൾ നോർമലാവും. ഓക്കെ, അവിടെ നമ്മുടെ ഇയാൾ നിൽപ്പുണ്ട്. ഇയാളുടെ പേരെന്താണ്? അച്ഛൻ എന്തോ പേര്. ചൂസ് 1 കാറാ. ഈ മച്ചാനെ ഇടിക്കണോ? Y നിൽക്കുമ്പോൾ ഇടിക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ, റെഡ് വണ്ടി എടുത്ത്. വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല.
Shit, for real. ഓ ഇവരൊക്കെ ലോക്കലാണെന്ന് തോന്നുന്നു, ലോക്കൽ ആൾക്കാരാണെന്ന് തോന്നുന്നു. Damn, this motherfucker got robo roof and everything, nigga. He should have paid the nizzo. ഓക്കെ, അപ്പോൾ വണ്ടി ഓടിക്കുന്ന എനിക്ക് ശരിയായിട്ട് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കി നോക്കാം. Back on us. വലുതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഒട്ടും അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ GTA 5 കളിക്കാമെന്ന് കേൾക്കുന്നത് തന്നെ. ഓ അയ്യോ വണ്ടി, എൻ്റെ പൊന്നെ ഈ വണ്ടി ഏതാ റിവേഴ്സ്? അയ്യോ റിവേഴ്സ് എടുക്കാൻ വയ്യ. I'm about to go nice and slow for your bitch ass. അയ്യോ ഗൈസ് ഒട്ടും കൺട്രോളില്ല. അയ്യോ അതാരായിരുന്നു ഗൈസ്, ഇതെന്ത് കുന്തമാണ്? അയ്യോ ലമാദ് എന്നാണ് അയാളുടെ പേര്. അയ്യോ ഇയാളെ ഞാൻ ഇപ്പം ഇടിച്ച് കൊല്ലുമെന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ ലമാദ് പോയി, നമ്മുടെ മിഷൻ ഫെയിൽ ആവും. എൻ്റെ പൊന്നെ കൺട്രോളിങ് ലമാദ്. അയ്യോ മാപ്പ് എവിടെ? ലമാദ് എന്ത് ചെയ്യേ? ലമാദ് നമ്മുടെ ബ്രദറാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ ഇത് മിഷൻ ഫെയിൽ. എനിക്കറിയാം ഫ്രാങ്ക്ലിൻ ലോസ്റ്റ് ലമാദ് അത്ര തന്നെ. അല്ലാതെ പിന്നെ ലമാദ് മറ്റേ തീപ്പൊരി പറഞ്ഞതുപോലെ പോന്നോ റീസ്റ്റാർട്ടാ. ശരിയപ്പോൾ റീസ്റ്റാർട്ട്. ഓ ഇനി ആദ്യം തൊട്ട് കളിക്കണം കേട്ടോ. ലമാദ ഈ പണിക്കൊക്കെ പോകുന്നത് എന്തിനാ? കാറ മോഷ്ടിച്ച് അതിൻ്റെ ഓണത് വന്നിട്ടാണ് നമ്മളെ തല്ലാൻ നിൽക്കുന്നത്. ഓ ഇവിടെ നമുക്ക് ഓപ്പൺ വേൾഡ് കളിക്കാനും പറ്റത്തില്ല. ഇപ്പം ഇതെന്തിനാ? ഇല്ല, ഇത് കേൾക്കുമ്പോൾ ഇങ്ങനൊരു കള്ളൻ്റെ മോഡ് വരും. ഇത് ഇടിക്കാൻ, ഇത് ഇടിക്കാൻ. ഓക്കെ ഇത് രണ്ടും ഒന്നാണോ പ്ലീസ്? ഇത് രണ്ടും ഒന്നാ? അപ്പം നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു വണ്ടി എടുക്കാമായിരുന്നു. ഇത് ഗൈസ് ഗ്ലിച്ചാവുന്ന ഗെയിം, അനങ്ങാൻ പറ്റുന്നില്ലേ ഗൈസ്? ഇത് നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ഗ്രാഫിക്സ് നോക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. സാറേ വണ്ടി ഇതാ. അത്രയേ ഉള്ളൂ. വണ്ടി എടു. ഓ ഒരു ചേച്ചിയായിരുന്നു തോന്നുന്നു. ഓക്കെ ഇനി നമുക്ക് ഓപ്പൺ വേൾഡ് കളിക്കാം ഗൈസ്. ചേട്ടാ ഇതൊന്നും കാണാനും വയ്യ. വണ്ടിയുടെ കൺട്രോള് RT നിൽക്കുമ്പോൾ മുമ്പിൽ പോവും, LT നിൽക്കുമ്പോൾ പുറകോട്ട് വരും, ബ്രേക്ക് പോലെ. എന്തിനാണ് ചുമ്മാ? ഇത് കോപ്സ് വേറെ അലേർട്ടഡാ. എന്താണിത്? നമുക്കപ്പോൾ തൽക്കാലം മിഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു വെള്ള വണ്ടിയാണ് നല്ലതെന്ന്. എൻ്റെ പൊന്നെ ഇതിപ്പോൾ ഇത് നോർമൽ വ്യൂ ആയിട്ടായിരിക്കും. ഓക്കെ ഇതെന്തുവാ? ഓ ഇത് നമ്മുടെ മറ്റേ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് മറ്റേ സാധനം ഫ്രാങ്ക്ലിൻ ആൻഡ് ലമാദ്. നമ്മുടെ ഷൂട്ടൊക്കെ ചെയ്യുന്ന എവിടെയാ? ഓ ഇത് ഇങ്ങനെ. ഓ മാപ്പ് ഗൈസ്. ഓ ഇത് കൊള്ളാം. മാപ്പിന് ഹൈഡ് മെനുയോ? ഓക്കെ ബാക്ക് LB RB. ഓ ഇത് സൂപ്പർ ഗൈസ്, നമ്മുടെ റിയൽ ഗെയിം പോലെ തന്നെ ഉണ്ടല്ലേ. അമ്മാതാ ഞാനും വരുന്നു. വെയിറ്റ് ചെയ്യടാ തമ്മേതെ. മാതട ലമ്മാതെ മുമ്പിൽ കയറി മനുഷ്യനെ മെനക്കെടുത്താൻ നിൽക്കുമോ? നിനക്കൊക്കെ എന്തിനാണ് വല്ലതും പണി ചെയ്ത് ജീവിച്ചൂടെ? ഇതിനൊക്കെയാണോ പോകുന്നത്? കയറ് നോക്കി നോക്കാം ഗൈസ്. ഭയങ്കര പാടാണിത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കുഞ്ഞായിരിക്കും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അയ്യോ ഇത് മറ്റേ ആരോ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാൻ. അത്രയ്ക്കും എൻ്റെ പൊന്നെ ആയി. നമുക്കിപ്പോൾ ഇച്ചിരി കൺട്രോൾ പഠിച്ചു വരുന്നു ഞാൻ. അയ്യോ നിൽക്കില്ല അത് ഇച്ചിരി പതുക്കെ പോ. ഞാനേ ഫ്രാങ്ക്ലിൻ ആയെങ്കിലോ ഫ്രാങ്ക്ലിൻ്റെ എൻ്റെ പൊന്നെ എന്തുവാടെ ഇത്? പേടിയാവുന്നല്ലോടെ. അത്രയ്ക്കും ഫാസ്റ്റില്ല. കോപ്സ് വല്ലതും വന്നാൽ എൻ്റെ കാര്യം തീർന്നു. എൻ്റെ പൊന്നെ ഇത് കൺട്രോളൊക്കെ വെരി മോശമാണ് ഗൈസ്. ഞാൻ എപ്പോൾ ഫെയിലായെന്ന് ചോദിച്ചാൽ മതി. ലമാർ പ്ലീസ് ഗോ. അയ്യോ ഇത് ഗൈസ് വണ്ടി ചരിഞ്ഞ് അതാണ്ട് കിടക്കുന്നു. കാർ ഗോട്ട് സ്റ്റക്ക്. നമ്മളെല്ലാ രീതിയിലും മിഷൻ ഫെയിലാവും. ദാറ്റ് ഈസ് അവർ സ്പെഷ്യാലിറ്റി. ഓക്കെ സ്കിപ്പ് ചെയ്യാം ഗൈസ്. നമുക്കപ്പം സ്കിപ്പ് ചെയ്താലോ? യെസ് ഇതാണ് നല്ലത്, സ്കിപ്പ് ചെയ്യുന്നത് നല്ലത്. നമ്മളിപ്പോൾ 3 തവണ ഫെയിലായ സ്കിപ്പാവും.
അതാണ് കാര്യം. ഓക്കെ. ആ അയ്യോ വേഗം വേഗം. ഇതിപ്പോൾ പകുതിക്ക് വെച്ച് അവർ തന്നു നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കണം. ലമാർ പ്ലീസ്, എൻ്റെ കണ്ണടിച്ചു പോവും. കാരണം നീ ഇങ്ങനെ സ്പീഡിൽ പോയാൽ എനിക്കാണ് പണി. എൻ്റെ പൊന്നേ ലാടോ ലമാറെ പൊട്ടൻ. ഈ പൊട്ടൻ ലമാറിന് ഇച്ചിരി പതുക്കെ പൊയ്ക്കൂടെ. ചേടാ ഒന്നും കാണാനും വയ്യപ്പോൾ. ഇതിങ്ങ് സ്കിപ്പ് ചെയ്യാൻ പറ്റിയാണെങ്കിൽ കൊള്ളായിരുന്നു. മാപ്പാണെങ്കിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ മാറ്, കണ്ണും കണ്ടൂടെ. അയ്യോ എൻ്റെ പൊന്നെ, ഇത് ഇപ്പം പണിയായല്ലോ. അയ്യോ നമ്മുടെ വണ്ടി ഇപ്പം ബ്ലാസ്റ്റ് ആവുമെന്നാണ് എൻ്റെ പേര്. ഗൈസ് ഒട്ടും കൺട്രോളില്ല. ഇത് സ്റ്റട്ടറിങ് തോന്നുന്നു. എൻ്റെ MS കുറയാനും തുടങ്ങി. ഓ ഗൈസ് എൻ്റെ പൊന്നെ ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കില്ല, കാരണം ഇത് മൊബൈലാണ്. അയ്യോ എടാ ഫ്രാങ്ക്ലിനെ നേരെ വണ്ടി ഓടിക്കത്തില്ല ഇയാൾ. നമുക്കിനി മിഷൻ ചെയ്യണ്ട. ഓക്കെ ഫ്രണ്ട്സ്, ഇതെന്താണ് എൻ്റെ പൊന്നെ, ഇപ്പം മിഷനില്ലാതെ മിഷനേ പറ്റത്തുള്ളൂ. യോ ഇതെന്താണ് ഗൈസ്, പ്ലീസ് യു ഓൺലി ടെൽ. ഇതിൻ്റെ കൺട്രോൾസ് ഈസ് വെരി വെരി മോശം. യോ ഗൈസ് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മോശം പിടിച്ച കൺട്രോള്. പക്ഷേ നല്ല ഗ്രാഫിക്സ് ഉണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. ലമാറെ ഇച്ചിരി പതുക്കെ പോയി തന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ ലമാറെ എൻ്റെ പൊന്നെ, തിരിച്ചാലും ഇതെന്താടേ വണ്ടി തിരിയത്തില്ലേ. അയ്യോ കാറി കയറ്. ആരാ ഫ്രാങ്ക്ലിൻ ഞാൻ തൻ്റെ അടുത്ത് അതിൻ്റെ പുറത്ത് ഇറങ്ങാൻ പറഞ്ഞ ഇതാടക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഞാൻ മിഷൻ ചെയ്ത് എൻ്റെ ടൈം കളയുന്നില്ല. ചേച്ചി കാശുണ്ടോ? ഇനി നമുക്ക് ഫ്രാങ്ക്ലിൻ ലോസ്റ്റ് ലമാറ്. എന്തുവാടേ ഇത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തിനൊക്കെയോ ഞാൻ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ കാണിക്കാൻ വയ്യ എന്ത് സ്പീഡിലാണ് ലമാറ് പോയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു. എന്താ ലമാറേ, എന്താണ് എത്ര കഷ്ടപ്പെട്ട് ഞാൻ. എന്തുവാ? ഓക്കെ പോലീസാ? എൻ്റെ പൊന്നല്ലേ മാത, നീ എന്ത് പണിയാ കാണിച്ചു വെച്ചേ? നീ പോയാ? അയ്യോ നമുക്ക് സ്റ്റാറിംഗ് ലെവലും വന്നാ. അയ്യോ ഇനി പോലീസുകാരുടെ അടുത്ത് നിന്ന് എവിടെ പോയി ഞാൻ എസ്കേപ്പ് ആവാം ഗൈസ്? അത് മൊബൈലിലോ? എനിക്കാണെങ്കിൽ ഒന്ന് ഓടിച്ചാൽ പോലും വയ്യ. അയ്യോ ഗൈസ് ശരി ശരി. അയ്യോ ഫ്രണ്ട് ക്യാമറയും വരുന്നില്ല. പോ എൻ്റെ പൊന്നെ, ഈ ഫ്രാങ്ക്ലിനും ലമാറുവേ അതാ തീർന്നു. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ എത്ര സ്റ്റാറിംഗ് ലെവലൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അയ്യോ ഇതെന്താണ് ഗൈസ്, എനിക്ക് തന്നെ ചിരി വരുന്നു. ഓക്കെ മാധു സാധുമാരെ, എനിക്ക് വയ്യ. ഗൈസ് നമുക്കിങ്ങനെ മൂടിയിരിക്കാം ഗൈസ്. ഡക്ക് ഇൻസൈഡ് വെഹിക്കിൾ. ഗൈസ് നമ്മുടെ വെഹിക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് ഒളിഞ്ഞിരിക്കാനുള്ള ഓപ്ഷൻ വന്നു. നമുക്കിപ്പോൾ ഓടിക്കടാ പൊട്ടൻ ഫ്രാങ്ക്ലിനെ. ഇവനടുത്ത് ഏത് ഭാഷയിൽ ഇപ്പോൾ പറയാൻ, ഇവർ ആഫ്രിക്കക്കാരാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ ഇതെന്താണ്? ഡക്ക് ഇൻസൈഡ് വെഹിക്കിൾ. അങ്ങനെ ഇരി. എൻ്റെ പൊന്നെ, അയ്യോ ഫ്രാങ്ക്ലിനെ കൊല്ലല്ലേ, ഫ്രാങ്ക്ലിൻ പാവമാണേ. കൊല്ലല്ലേ ഗൈസ്. തീർന്ന് ഫ്രാങ്ക്ലിൻ ഡൈഡ്, അവളതാ ഗൈസ്. ഇപ്പം നമ്മൾ എന്തോ ചെയ്യുക, എനിക്ക് തന്നെ ഒന്നുകൂടാ. നമ്മുടെ വെപ്പണതിയുണ്ട് ഗൈസ്. അയ്യോ ഇത് മനുഷ്യനെ അനങ്ങാനും വയ്യ. ഇത് ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇവന്മാരുടെ വെടിവെപ്പ് കിട്ടും. പ്ലീസ് നമുക്ക് അത് ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ? അതാണിപ്പോൾ എൻ്റെ പ്ലാൻ. അയ്യോ എൻ്റെ പൊന്നെ, അതങ്ങ് ഫ്രാങ്ക്ലിൻ മകനെ ഇറങ്ങിക്കോ. ഇനി എല്ലായിടത്തുനിന്നും ഓടിക്കോ. നിനക്കെന്തോ കണ്ണ് കണ്ടൂടെ? അയ്യോ ചത്ത്. ഓടി. അയ്യോ ഇനി ഹെലികോപ്റ്റർ വല്ലതും വരുമെന്ന എൻ്റെ പേടി. നമുക്കിവിടെ ഒളിച്ചിരിക്കാം.
ഓക്കെ. ഇനിയും അയ്യോ അയ്യോ കൊല്ലല്ല, ഞാൻ പാവാണ് ഗൈസ്. എന്താണിത്? നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒളിച്ചിരിക്കാം. ഗുഡ് സ്പോട്ട്. ഓടിക്കോ. ഇവിടെ ബൈക്ക് കയറ്. വിട്ടോ ഫ്രാങ്ക്ലിൻ വിട്ടു. ബൈക്ക് ഇച്ചിരിയും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ പൊന്നെ, ബൈക്കിന് ഇച്ചിരിയും കൂടി നല്ല കൺട്രോളുണ്ട്. സോ എനിക്കിത് അയ്യോ എൻ്റെ പൊന്നെ, ഈ ഫ്രാങ്ക്ലിന് കണ്ണ് കണ്ടൂടെ ഗൈസ്? ഇതിപ്പോൾ വല്ലാത്ത പ്രശ്നമാണ് ഗൈസ്. കേറ്. ഗൈസ് തീർന്നു നമ്മൾ. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. മാക്സിമം ഞാൻ നോക്കും ഇവന്മാരെ എങ്ങനെയൊക്കെ കൊല്ലാവോ അങ്ങനെ ഞാൻ നോക്കും. കാരണം എനിക്കിപ്പോൾ വേറെ വഴിയില്ല. കാരണം ഞാൻ എപ്പോഴും തെറ്റു പോകുന്നു. അതായെങ്കിലും ഞാൻ ഓട്. കയറാനും പറ്റത്തില്ല. ഇങ്ങനെ വലിഞ്ഞ് കയറാനും ഒന്നുകൂടി ഫ്രാങ്ക്ലിന്. ഇയാൾക്ക് കണ്ണും കണ്ടുകൂടെ ഫ്രാങ്ക്ലിന്. ഗൈസ് ഇതിപ്പോൾ എൻ്റെ എത്രാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണെന്ന് അറിയോ ഞാൻ ഇവിടെ എത്തുന്നത്. ഇത് നമ്മുടെ ഇതാരിച്ചതൊക്കെ അറിഞ്ഞൂടാ. ഇത് സിമിയോന്റെ ഷോപ്പാണ്, കാർ ഡീലിംഗ്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആവുന്നതായിരിക്കും. നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. വെയിറ്റ് ഫോർ സം ടൈം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇയാടെ കാർ ഷോറൂമിലെത്തി. എന്തിനാന്ന് അറിഞ്ഞൂടാ. കാറ് കൊടുക്കാനായിരിക്കും. ഓക്കെ. അപ്പോൾ ജിമ്മി അവിടുന്ന് കാറ് മേടിക്കാൻ വന്നയാ ഗൈസ്. ജിമ്മിയാണ്. ഇത് നമ്മുടെ ആരുടെ മോനാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്. ആരുടെയോ മോനാണ്. അപ്പോൾ ഇത് ജിമ്മി എന്നാണ് ഈ ചെറുക്കൻ്റെ പേര്. ഓക്കെ ശരി. എന്താണ് കുഷ്ഠം പറയുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി ഇത്രയും വരെ. ഓക്കെ. നിക്ക് ഫ്രാങ്ക്ലിനെ. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന കാറൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാർ. ഞാൻ കുറേ നാൾ കാത്തിരുന്ന കാറാണ്. എനിക്ക് ഫ്രാങ്ക്ലിൻ്റെ കാർ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലത്തെ GTA 5 മൊബൈലിലെ സ്റ്റോറി മോഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.